ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ കുറച്ച് ഓൺ വോയിസ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിന്ന് നല്ല സുഖം. എൻ്റെ തൊണ്ടയൊക്കെ ഒത്തിരി പ്രശ്നമാണ്. എനിക്കൊന്ന് മഴയൊക്കെ കൊണ്ടതുകൊണ്ടായിരിക്കാം. അപ്പോൾ മുഖമൊക്കെ കണ്ട ഒരു ക്ഷീണമുണ്ട്. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ. അപ്പോഴും വയ്യായ്മയുടെ കൊണ്ടായിരിക്കാം മുഖത്ത്. പിന്നെ ഞാൻ നല്ലോണം എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ മുഖം ഒരുമാതിരി മുഖത്തൊക്കെ ഒരു എണ്ണമയം ഫീൽ ചെയ്യും. ആ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒരുപാട് പേര് എനിക്കത് പറയും. എണ്ണ തേക്കുമ്പോഴത്തേക്കും മുഖം ഒരുമാതിരിയാണ് ഇരിക്കണതെന്ന് പറയും. ഹെയറിൽ ഓയിലില്ലെങ്കിൽ മുടി ഒന്നൊന്നായി കിടന്ന് ഗ്ലേസിങ്ങും ഇത് വരും. പക്ഷെ നമുക്ക് ഭംഗി മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ, നമുക്ക് നമ്മുടെ മുടിയേയും കൂടെ നമ്മൾ കെയർ ചെയ്യണ്ടേ. പ്രത്യേകിച്ച് ഞാൻ കൊച്ചിലെ ഡെയിലി എണ്ണ തേച്ച് കുളിച്ച് ഒരാളായതുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം 2 ദിവസം, 3-ാമത്തെ ദിവസം എനിക്ക് എണ്ണ തേക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നല്ല എന്താ പറയുക, ഒരു മാറ്റമൊക്കെ വരും. ഇത് നമുക്ക് എന്ന് വെച്ചാൽ തലയ്ക്ക് തന്നെ ഒരു ഭാരം കണക്ക് എനിക്ക് തോന്നും എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ. പിന്നെ ഈ ബ്യൂട്ടീഷ്യൻ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് പറയും നിനക്ക് ഇങ്ങനെ എണ്ണ തേച്ച് നടക്കരുത്, ഒരു ബ്യൂട്ടീഷ്യന്മാരായ അതിൻ്റെ ലുക്കിലൊക്കെ നടക്കണം എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും വന്ന വഴി നമ്മൾ മറക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും തലയിൽ എണ്ണയൊക്കെ തേച്ച്, പിന്നെ അത്യാവശ്യം വർക്കിനൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഷാമ്പു വാഷ് ചെയ്യണത്. ഷാമ്പു വാഷ് ചെയ്തിരുന്നാലും ഞാൻ രാവിലെ കുളിച്ചിട്ട് പോകുമ്പോഴത്തേക്കും മുടി ഉണങ്ങി ഡ്രൈ ആവത്തില്ല. എൻ്റെ മുടി ഉണങ്ങാൻ ഒത്തിരി താമസം പിടിക്കും. ലോങ് ഹെയർ ആണെങ്കിലും തിക്നെസ് കുറവാണ്, പക്ഷെ ലോങ് ഹെയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ മുടി ആയതുകൊണ്ട് മുടി ഉണങ്ങാൻ ഒത്തിരി സമയം പിടിക്കും. അപ്പോൾ കുളിച്ചുകൊണ്ട് പോയാലും ഷാമ്പു വാഷ് ചെയ്താലും മുടി ഒരു പിറ്റേ ദിവസം ആകുമ്പോഴേ സത്യം പറഞ്ഞാൽ മുടിക്കൊരു ഗ്ലോയും ഗ്ലേസിങ് ഒക്കെ വരത്തുള്ളൂ. അന്ന് തന്നെ ഷാമ്പു വാഷ് ചെയ്തെന്നും പറഞ്ഞ് എൻ്റെ മുടിക്ക് ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് എൻ്റെ മുടിയുടെ കാര്യങ്ങൾ. പിന്നെ കാച്ചി എണ്ണ തേച്ചാണ് ഇന്നും കുളിക്കുന്നത്. പിന്നെ ഡെയിലി ഷാമ്പു വാഷ് ചെയ്യത്തില്ല, ആഴ്ചയിൽ 1-2 പ്രാവശ്യമാണ് ഷാമ്പു വാഷൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്തിടണം. ഞാൻ ചിലപ്പോൾ ഒക്കെ വീഡിയോ ചെയ്യുന്നത് വീട്ടിലെ അതേ കോലത്തിലായിരിക്കും ഞാൻ ചെയ്യണത്. എനിക്ക് എൻ്റെ ഒറിജിനൽ എങ്ങനെയാണോ അത് നിങ്ങൾ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വേറൊരാൾ എന്ന രീതിയിൽ, അല്ലെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ നല്ല ചെയ്ത് വീഡിയോയുടെ മുന്നിൽ നല്ല എന്താ പറയുക, യൂട്യൂബിൽ ഓരോരോ വീഡിയോ ഒക്കെ ചെയ്യില്ലേ, അതേപോലെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് പറയും. അപ്പോൾ അത് പറയുന്നത് നല്ലതിന് വേണ്ടി തന്നെയാണ് പറയണത്, നല്ല കാര്യവുമാണ്. പക്ഷേ എനിക്കതൊന്നും ചിലപ്പോൾ ഞാനതൊന്നും എനിക്കതൊന്നും താല്പര്യമില്ല. അതാണ് മെയിൻ സത്യം. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറയും. പിന്നെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമയമുള്ളതാണൊക്കെ ഞാൻ ഓരോന്നോരോന്ന് ചെയ്യാം. പിന്നെ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബിസിനസ് ഗേള്, ഗേളൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ 32 വയസ്സായി, ബിസിനസ് വുമൺ. അപ്പോൾ വുമൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അങ്ങനെയൊന്നുമല്ല. തിരക്കെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ഉണ്ട്, പിന്നെ പാർലറിലെ കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ. വീട്ടിൽ 3 പട്ടികളുണ്ട്, അതിന് വേവിക്കണം. പിന്നെ 3 അംഗങ്ങളുണ്ട്, നമുക്ക് വേവിക്കണം. അത് കഴിഞ്ഞ് പാർലറിൽ പോകണം, കസ്റ്റമറെ മാനേജ് ചെയ്യണം. പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ കസ്റ്റമറെ മാനേജ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ അതിന് പോകണം, ഇതിന് പോകണം, സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഉള്ള തിരക്കാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ ലുലുമാണെന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് തിരക്ക്. അപ്പോൾ ഇതിൽ പിന്നെ വീട്ടിലെ പരിസരത്ത് എനിക്ക്
പരിസര നിരീക്ഷണം അതിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ചുമ്മാ ഇരുന്ന് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അങ്ങനെയൊക്കെ ഞാനത് സ്പെൻഡ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ സമയം പോവും. പിന്നെ ഇപ്പോൾ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ സമയം കുറച്ച് പോണത്. ചിലപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യണത്. കാരണം സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാടാണ്. പിന്നെ എഡിറ്റ് ചെയ്ത് അത് കേട്ട് പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ യൂട്യൂബ് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റേതായ പാടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് സ്റ്റിച്ചിങ്ങും ബ്യൂട്ടീഷ്യനും രണ്ടും ഒരേ ഇതിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. കാരണം രണ്ടും കസ്റ്റമറെ നമ്മൾ ഒരേ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയാലും നമുക്ക് ഒരു സമയത്ത് പാർലർ വർക്ക് ഉണ്ടെങ്കിൽ ഒരു സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് വർക്ക് കുറവായിരിക്കും. അപ്പോൾ ഈ പാർലർ വർക്ക് ഇല്ലാത്ത സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിനെ നമ്മൾ ആശ്രയിച്ചാലേ നമുക്ക് ആ പൈസ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കുള്ളൂ. ഡെയിലി കളക്ഷൻ വന്നാലേ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പോൾ ഈ 2 ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ മാത്രം പോരെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മാത്രം പോരെ എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2 മേഖലയും 2 ജോബ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഇനിയും ഓരോരോ ക്ലാസ്സുകൾ പഠിക്കണമെന്നും ഓരോരോ ഇത് ബിസിനസ്സൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവളുടെ തിരക്ക് കൊണ്ടാണ് ഞാൻ പലത് വീഡിയോ ചെയ്യാത്തത്. യൂട്യൂബ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 2-3 വർഷമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഡേറ്റ് നോക്കുമ്പോൾ അറിയാലും. എന്നിട്ട് ഞാനത് ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ആക്റ്റീവായിരുന്നു എപ്പോഴും. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് കുറച്ച് ഫോളോവേഴ്സ് കൂടിയത്, സബ്സ്ക്രൈബ്സ് കൂടിയത്. ഓരോരോ വീഡിയോകൾ പിന്നെ അപ്ലോഡ് ചെയ്ത് ഒരു ദിവസം തന്നെ 1-2 വീഡിയോസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു മാസം കൊണ്ട് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നവരെ എനിക്ക് കമൻ്റ് ഇടുന്നവരെ ഞാൻ തിരിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്താലേ നമ്മളെ ആ ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പരാതിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ നാട്ടുകാരല്ല എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്. 1-2 നാട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് അത്രയും വേറെ ജില്ലയിലുള്ള ആൾക്കാരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യണത്, കമൻ്റ് ഇടുന്നത്. എനിക്ക് ഇത്രയും ഫോളോവേഴ്സും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്നും പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും, ബോറാണെങ്കിൽ പോലും ഒരുപാട് പേര് എന്നെ സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മെയിൻ യൂട്യൂബർ യഥാർത്ഥത്തിൽ നല്ലൊരു ഒരു യൂട്യൂബർ ആയിട്ടില്ല ഇതുവരെ. യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. പഠിച്ച് കുറച്ച് കാര്യങ്ങളിലോട്ട് എത്തിയതേ ഉള്ളൂ. യൂട്യൂബ് എന്തെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, യൂട്യൂബ് നീ ഇൻസ്റ്റയിൽ ചെയ്യുന്നതിനെക്കാട്ടി യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നല്ല വ്യൂസും ഇതും സബ്സ്ക്രൈബ്സും കൂടുമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് പിന്നെ ഇതിൽ ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തെങ്കിലും എനിക്ക് 100K ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും എനിക്കും ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടണമെങ്കിൽ യൂട്യൂബിൽ നിന്നാണ് ഞാൻ പലരെയും വീഡിയോ കണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. യൂട്യൂബിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ കണ്ടൻറ്റുകളാക്കി ഇടുകയാണെങ്കിൽ അത് നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബ്സും ഒക്കെ കിട്ടി നമുക്കൊരു വരുമാനം അതിൽ നിന്നും ഉണ്ടാക്കാമെന്ന്. സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ ഒരുപാട് പേര് പറയും സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇടുകയാണെങ്കിൽ നല്ല വ്യൂസ് കിട്ടുമെന്ന്. അത് സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് വീഡിയോ എടുക്കാനുള്ള സംവിധാനം പോലും എനിക്കിപ്പോൾ എൻ്റെ ഇല്ല. പിന്നെ ഉള്ള രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് തന്നെ കൊണ്ട് എനിക്ക് യൂട്യൂബേ ശരണമെന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നടക്കാം. പക്ഷേ എനിക്ക് അത് പറ്റത്തില്ല. കാരണം സ്റ്റിച്ചിങ്ങും പാർലർ വർക്കും ഔട്ട്ഡോറും അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ തന്നെ എനിക്ക് നിൽക്കാനും എനിക്ക് പറ്റത്തില്ല. പക്ഷേ കൊച്ചു കാര്യങ്ങൾ ഇതേപോലെ അപ്ലോഡ് ചെയ്ത് ചെയ്യാനേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരുപാട് പേര് പല കമൻസ് ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്ന് വെച്ചാൽ
വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള തെറ്റുകളൊക്കെ നിങ്ങൾ എന്തിനായാലും പറയണം, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ തെറ്റ് തിരുത്തിയാലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് അറിഞ്ഞിടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞു തരും. എങ്ങനെ ക്യാമറ വെക്കണം, എങ്ങനെ വീഡിയോ എടുക്കണം, വോയിസൊക്കെ കുറവാണ്, വോയിസ് കൂടുതലാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പാചകം ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒത്തിരി എന്തിനായാലും അതിന് സമയം കണ്ടെത്തി ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർ അല്ലേ, അപ്പോൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യണത്, അല്ലാതെ വേറെ ഒരു ഇതും കൊണ്ടല്ല ഞാൻ ചെയ്യണത്. അപ്പോൾ ഇത്രയും കേട്ടിരുന്ന നിങ്ങളെ ഞാൻ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും നന്ദി. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് കാണണം, കമൻസ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.